ഒന്നാലോചിച്ച് നോക്കൂ, കഅബയുടെ യഥാർത്ഥ സ്ഥാനം മക്കയിലല്ലായിരുന്നെങ്കിലോ? കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടല് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ അങ്ങനെയൊരു വാദമുണ്ട്. ആ വാദത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നായാലും പ്രാർത്ഥിക്കാൻ തിരിയുന്നത് ഒരൊറ്റ പോയിന്റിലേക്കാണ്: മക്കയിലെ ആ പുണ്യകേന്ദ്രത്തിലേക്ക്, കഅബയിലേക്ക്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒരു ചരിത്ര സത്യം. പക്ഷേ നമ്മളിന്ന് പരിശോധിക്കുന്ന ഒരു ഉറവിടം മുന്നോട്ട് വയ്ക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്രയും കാലം പ്രാർത്ഥിച്ചത് ശരിയായ ദിശയിലേക്കാണോ? ഒന്നാലോചിച്ചു നോക്കൂ. ഈ ഒരൊറ്റ ചോദ്യം ഇസ്ലാമിക ചരിത്രത്തിന്റെ അടിത്തറയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ്. അപ്പോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പോലും എന്താണ് കാരണം? വെറുമൊരു തോന്നലാണോ? അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് നോക്കാം. ഈ വാദത്തിന്റെ ഓരോ ചുരുളുകളായി നമുക്ക് അഴിച്ചെടുക്കാം. ഈ വാദത്തിന്റെ ഉറവിടം ദ അഹ്മദി റിലീജിയൻ ഓഫ് പീസ് ആൻഡ് ലൈറ്റ് ആണ്. അവരുടെ പ്രധാന പോയിന്റ് ഇതാണ്: ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രരേഖകളിൽ ഭൂരിഭാഗവും പല കാലങ്ങളിലായി നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ചരിത്രം എത്രത്തോളം ശരിയാണ്? അതാണ് അവരുടെ ചോദ്യം. അപ്പോൾ ശരി, നമുക്ക് അവരുടെ ആദ്യത്തെ തെളിവുകളിലേക്ക് കടക്കാം. അവർ വിരൽ ചൂണ്ടുന്നത് ഭൂമിശാസ്ത്രപരമായ ചില സൂചനകളിലേക്കാണ്. ഇവരുടെ വാദത്തിന്റെ ഒരു പ്രധാന ഭാഗം ഖുർആനിലെ ഈ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, കഅബ സ്ഥിതി ചെയ്യുന്ന നാടിന് സുരക്ഷയും, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുത്തെ ജനങ്ങൾക്ക് ഫലങ്ങളിൽ നിന്ന് ഉപജീവനം നൽകണമെന്നും. ഇതിനർത്ഥം ആ നാട് ഫലഭൂയിഷ്ഠമായ ഒന്നായിരിക്കണമല്ലോ, അല്ലേ? അവിടെയാണ് ഈ താരതമ്യത്തിന് പ്രസക്തി വരുന്നത്. നോക്കൂ, ഒരു വശത്ത് മക്ക, പാറകളും മണലും നിറഞ്ഞ, കൃഷിക്കൊട്ടും യോജിക്കാത്ത ഒരു മരുഭൂമി. എന്നാൽ മറുവശത്ത് നോക്കിയാലോ, ജോർദാനിലെ പെട്ര. ചരിത്രം പറയുന്നത് അതൊരു ഫലഭൂയിഷ്ഠമായ സ്ഥലമായിരുന്നുവെന്നാണ്. ഖുർആനിലെ ആ പ്രാർത്ഥനയുമായി കൂടുതൽ ചേരുന്നതേതാണ്? ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സഫയും മർവയും. മക്കയിൽ ഇത് രണ്ടും ഇന്നൊരു കെട്ടിടത്തിനുള്ളിലാണ്. എന്നാൽ ഈ ഉറവിടം പറയുന്നത് പെട്രയിൽ സ്വാഭാവികമായ രണ്ട് മലകൾക്കിടയിൽ ഒരു താഴ്വരയുണ്ടെന്നാണ്. പിന്നെ സംസം കിണറിന്റെ കാര്യം, വറ്റാത്ത ഉറവയാണെന്നാണ് വിശ്വാസം. പക്ഷേ വിതരണത്തിന് പരിധിയുണ്ട്, ശ്രദ്ധിക്കണമെന്ന് സൗദി ജിയോളജിക്കൽ സർവേ തന്നെ പറയുമ്പോൾ ആ വറ്റാത്ത എന്ന വാദത്തിലൊരു സംശയം തോന്നുന്നില്ലേ? ഇനി അടുത്തത് കുറച്ചുകൂടി രസകരമായ ഒരു പോയിന്റാണ്. സോദോം, ഗൊമോറ എന്നീ പട്ടണങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അവയുടെ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭൂമിശാസ്ത്രപരമായ കടങ്കഥയിലേക്കാണ് ഈ ഉറവിടം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഖുർആൻ പറയുന്നത് ഈ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒരു പ്രധാന പാതയിലാണെന്നാണ്, വിശ്വാസികൾക്കെന്നും കാണാൻ കഴിയുന്നൊരു വഴിയിൽ. ഈ അവശിഷ്ടങ്ങൾ എവിടെയാണെന്നറിയാമോ? ഇന്നത്തെ ജോർഡാനിലെ ചാവുകടലിനടുത്ത്, അതായത് പെട്രയ്ക്ക് വളരെ അടുത്ത്. പക്ഷെ മക്കയിൽ നിന്നോ ആയിരക്കണക്കിന് മൈലുകൾ ദൂരെയാണ്. അപ്പോൾ എങ്ങനെയാണ് മക്കയിലുള്ളവർക്ക് ജോർഡാനിലുള്ള ഈ പാത ദിവസവും കാണാൻ കഴിയുക? ഇതൊരു വലിയ ചോദ്യചിഹ്നമല്ലേ? ഓക്കെ, അപ്പോൾ ഭൂമിശാസ്ത്രപരമായ സൂചനകൾ നമ്മൾ കണ്ടു. ഇനി പുരാവസ്തു ഗവേഷകർക്ക് എന്തു പറയാനുണ്ടെന്ന് നോക്കാം. ഈ പട്ടിക നോക്കൂ. ഇത് രണ്ട് സ്ഥലങ്ങളിലെയും പുരാവസ്തു കണ്ടെത്തലുകൾ തമ്മിലുള്ള ഒരു താരതമ്യമാണ്. ഒരു വശത്ത് പെട്ര, അവിടെ പുരാതന ക്ഷേത്രങ്ങളുണ്ട്, വലിയൊരു നാഗരികതയുടെ അടയാളങ്ങളുണ്ട്. മറുവശത്തും മക്കയിലോ അത്തരം തെളിവുകൾ വളരെ കുറവാണെന്നാണ് ഈ ഉറവിടം പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവസാനം കാണുന്നതാണ്: ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ഉപയോഗിച്ച തെറ്റാലിയുടെ അവശിഷ്ടങ്ങൾ. അത് ഒരിടത്ത് കണ്ടെത്തിയിട്ടുണ്ട്, മറ്റൊരിടത്ത് ഇല്ല. അപ്പോൾ എന്താണ് ഈ തെറ്റാലിയുടെ കഥ? ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 683-ൽ, അതായത് രണ്ടാം ഇസ്ലാമിക ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്ത് കഅബയെ തെറ്റാലികൾ ഉപയോഗിച്ച് ആക്രമിച്ചു. അതിന് കേടുപാടുകൾ പറ്റി. പിന്നീട് അത് പൊളിച്ചു വീണ്ടും പണിതു. ഇതിന്റെ അർത്ഥമെന്താണ്? ഇന്നത്തെ കഅബ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി വരുന്നത് ഈ വാദത്തിലെ ഏറ്റവും നിർണായകമായ പോയിന്റാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ യുദ്ധത്തിന്റെ, ആ തകർക്കലിന്റെ ഭൗതികമായ തെളിവുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത് എവിടെയാണെന്നോ? മക്കയിലല്ല, പെട്രയിലാണെന്നാണ് ഈ ഉറവിടം പറയുന്നത്. അപ്പോ ഈ തെളിവുകളെല്ലാം വെച്ച് ഈ ഉറവിടം എത്തിച്ചേരുന്ന നിഗമനമെന്താണ്? നമുക്ക് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ അവരുടെ കേസ് ഇതാണ്. 1. ഫലഭൂയിഷ്ഠമായ നാടിനെക്കുറിച്ചുള്ള ഖുർആനിലെ വിവരണവുമായി യോജിക്കുന്നത് പെട്രയാണ്. 2. ഇസ്ലാമിന് മുമ്പുള്ള ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. 3. ഖുർആനിൽ പറയുന്ന ചാവുകടലിന്റെ അടുത്താണ് പെട്ര. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, കഅബ തകർത്തതിന്റെ ഭൗതിക തെളിവുകൾ അവിടെ നിന്ന് കിട്ടി. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരിടത്തേക്കാണ്. എന്നാൽ ഇതൊരു സ്ഥലത്തെക്കുറിച്ചുള്ള തർക്കം മാത്രമല്ല. ഈ ഉറവിടം പറയുന്നത് ഇതിലും ആഴത്തിലുള്ളൊരു അർത്ഥമുണ്ടെന്നാണ്. ഒരു ആത്മീയമായ തലം.
ഇവിടെയാണ് കഥ മാറുന്നത്. ഇതൊരു സ്ഥലത്തെക്കുറിച്ചല്ല, ഒരു ആശയത്തെക്കുറിച്ചാണ്. ആ ആശയത്തെ മനസ്സിലാക്കാൻ അവരൊരു പ്രതീകം ഉപയോഗിക്കുന്നു. കഅബയിലെ ആ കറുത്ത കല്ല്, തകർക്കപ്പെട്ട ഹജറുൽ അസ്വദ്. അതെങ്ങനെയൊരു പ്രതീകമാവും നോക്കൂ. ആഭ്യന്തര യുദ്ധത്തിൽ ആ വിശുദ്ധ കല്ല് പല കഷണങ്ങളായി തകർന്നുപോയി. പിന്നീടത് വെള്ളിയും സിമന്റുമൊക്കെ വെച്ച് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഈ ഉറവിടം പറയുന്നത് ആ തകർന്ന കല്ലുപോലെ ഇസ്ലാമും ഇന്ന് 73 വിഭാഗങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയാണെന്നാണ്. ഇവരുടെ അടുത്ത പോയിന്റ് മനസ്സിലാക്കണമെങ്കിൽ ഖിബ്ല എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കൃത്യമായി അറിയണം. ഖിബ്ല എന്നാൽ പ്രാർത്ഥനയുടെ ദിശ, വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു. ഇവിടെയാണ് അവരുടെ വാദം അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. അവർ പറയുന്നത് 2 തരം കഅബകൾ ഉണ്ടെന്നാണ്. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭൗതികമായ കഅബ, അതായത് ഒരു കെട്ടിടം. അത് ചരിത്രത്തിന്റെ ഭാഗമായി തകർക്കപ്പെടാം, മാറ്റപ്പെടാം. എന്നാൽ രണ്ടാമതൊരു കഅബയുണ്ട്, ആത്മീയമായ കഅബ. അതൊരു കെട്ടിടമല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും ദൈവിക വഴികാട്ടിയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഉറവിടം ആത്യന്തികമായി പറയുന്നതെന്താണ്? യഥാർത്ഥ കഅബ, യഥാർത്ഥ കിബ്ല എന്നത് നിങ്ങൾ മുഖം തിരിക്കുന്ന ഒരു കെട്ടിടമല്ല, മറിച്ച് നിങ്ങൾ ഹൃദയം കൊണ്ട് പിന്തുടരേണ്ട ഒരു വ്യക്തിയാണെന്നാണ്. അപ്പോൾ ഈ വാദങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഈ ഉറവിടം നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിശ്വാസത്തിന്റെ ഹൃദയം നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു സ്ഥലത്താണോ അതോ ഒരു വ്യക്തിയിലാണോ?